ഷാരോൺ പനിനീർപ്പൂവേ, നിൻ നാമത്താലും നിൻ തേജസ്സാലും ഞാൻ തേജസ്സായി മാറിയിടുമേ. നിൻ നാമത്താലും നിൻ തേജസ്സാലും ഞാൻ തേജസ്സായി മാറിയിടുമേ. കൃപയാ കൃപയാ ഞാനും പൂർണ്ണനാകും. കൃപയാ കൃപയാ ഞാനും പൂർണ്ണനാകും. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 14:21-22 വാക്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവൻ അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു. സോദോം രാജാവ് അബ്രാമിനോട്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിക്കുവാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെൽപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കുകയില്ല. എനിക്കിവിടെ ഇഷ്ടപ്പെട്ട ഒരു വാക്ക്, അബ്രഹാം ശാലേം രാജാവിന് ദശാംശം കൊടുത്തു. ആമേൻ. ഈ അബ്രഹാം ദൈവത്തിൽ നിന്ന് വാങ്ങുന്നവനാണ്. പക്ഷേ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കൊടുക്കുന്ന ഒരു അബ്രഹാമിനെ കാണാം. ദൈവം ചെയ്യും. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ടവൻ മാത്രമല്ല, മറിച്ച് അനേകരെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നവനുമാണ്. ആമേൻ. നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുക മാത്രമല്ല, അനേകർക്ക് കൊടുക്കുവാൻ ദൈവം സഹായിക്കും. ലോകത്തിന് കൊടുത്തു. വീട്ടിൽ വന്ന ദൈവപുത്രൻ ദൈവത്തിന് കൊടുത്തു. ദൈവം പറയുന്നു ശാലേം രാജാവിന് കൊടുത്തു. ആമേൻ. ആമേൻ. നിങ്ങളുടെ ലൈഫിൽ കൊടുക്കാൻ, വാരി വിതറി കൊടുക്കാൻ ദൈവം അഭിവൃദ്ധി തരുന്ന ഒരു കാലം വരുന്നു. ആമേൻ. നെക്സ്റ്റ് വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ആ സമയത്ത് അവിടെ ഒരു സംസാരം നടക്കുകയാണ്. സോദോം രാജാവ് പറയണം, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് അബ്രഹാം പറയാം, സോദോം രാജ, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയത് കൊണ്ട് എന്ന് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ ചെരുപ്പിൻ്റെ വാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കുകയില്ല എന്ന് പറഞ്ഞു. നിനക്കുള്ളതൊന്നു വെച്ച് ഞാൻ അനുഗ്രഹിക്കപ്പെടത്തില്ല. എൻ്റെ അനുഗ്രഹത്തിൻ്റെ ആധാരം ദൈവം മാത്രമാണ്. മറ്റൊരുവൻ്റെ ഒരു കച്ചിത്തുരുമ്പ് പോലും എനിക്ക് വേണ്ട. അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത് ആരുടെയും കെറുഫിലല്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ വേറെ ആരും അതിനകത്ത് അവകാശം പറയാൻ വരത്തുമില്ല. നിങ്ങളുടെ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് മാത്രമായിരിക്കും. നാളെ അല്ലെങ്കിൽ സോദോം രാജാവ് പറയും, ഞാൻ അവനെ അനുഗ്രഹിച്ച് ഗതിയില്ലാതെ കിടക്കുകയായിരുന്നു, ഒരിടത്തും ഇല്ലാതിരിക്കുകയായിരുന്നു, ഞാൻ അവന് വഴി തുറന്നാണ്. അങ്ങനെ പ്രശംസിപ്പാൻ ദൈവം ഇടവരുത്തത്തില്ല. നിങ്ങളുടെ ഉയർച്ച മുഴുവൻ ദൈവത്തിൽ നിന്ന്. അതിനൊരു മനുഷ്യൻ്റെ സഹായം പോകലും ഇല്ലാത്ത നിലകളിൽ ദൈവത്തെ നിങ്ങളെ ഉയർത്താൻ പറ്റും. ദൈവത്തിന് തന്നെ ചിലത് വരുന്നു കേട്ടോ, കൊടുക്കുവാൻ തക്കവണ്ണം. ആർക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശംസ എടുക്കാത്ത നിലകളിൽ ദൈവത്തിന് മുഴുവൻ മഹത്വം കിട്ടുന്ന നിലയിൽ ചില കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ വചനം നിങ്ങൾക്ക് ഒത്തിരി ബലമാകട്ടെ. ദൈവം ഉയർത്തുന്ന ആരുടെയും കെറുഫിലല്ല. ദൈവത്തിന് നിന്നെ ഉയർത്താൻ പുതിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലൂടെ ഉയർത്തും. നിന്റെ കയ്യിൽ വരുന്ന ഒരു നാണയത്തൊട്ടാണെങ്കിലും അതാരുടെയും വകയായിരിക്കത്തില്ല. നിൻ്റേതല്ല, എനിക്ക് വേണ്ടി തന്നെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് എൻ്റേതാണ്. സോദോം രാജാവേ, നിൻ്റേത് നീ എടുത്തു, എനിക്ക് എൻ്റെ ദൈവം തരും. കാരണം ഞാൻ മറ്റാരിൽ നിന്നുമല്ല ജീവിക്കുന്നത്, ഞാൻ ദൈവത്തിൽ നിന്നാണ് ജീവിക്കുന്നത്. യെസ്, ദൈവത്താൽ ചിലത് നിന്നെ കൊണ്ട് കേട്ടോ. നിങ്ങൾക്ക് ദൈവം തരാത്തൊന്നും വേണ്ടെന്ന്. ആമേൻ. ആരുടെയും അനുകമ്പയിലും ആരുടെയും സ്വാധീനത്തിലൊന്നും അല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. ദൈവത്തിൻ്റെ ഫേവറിലാണ് ജീവിക്കുന്നത്. ഒത്തിരി നന്മകൾ നിങ്ങൾക്കുണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
യേശുവിന് അങ്ങ് നൽകിയ അനുഗ്രഹത്തിൻ്റെ വചനത്തിനായി സ്തോത്രം ചെയ്യും. കർത്താവ്, ദൈവത്താൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവ്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നവൻ ഇങ്ങനെയാകുമെന്നതുപോലെ പരിശുദ്ധാത്മാ വലിയ നന്മകൾ പരിശുദ്ധാത്മാവെ ഈ കുടുംബത്തിൽ അങ്ങ് അയക്കണമേ. കർത്താവെ, ഇവരുടെ എല്ലാ ശാപങ്ങൾ മാറട്ടെ, ശൂന്യതകൾ മാറട്ടെ, വർധന ഉണ്ടാവട്ടെ, സമൃദ്ധി ഉണ്ടാവട്ടെ, ദൈവത്താലുള്ള വഴികൾ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ് അനേകർക്ക് കൊടുപ്പാൻ തക്കവണ്ണം വാരി വിതറി അങ്ങ് അനുഗ്രഹങ്ങളെ നന്മകളെ നൽകുന്നതിന് നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച്, കർത്താവെ, ഇവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയ നന്മകൾ അവരുടെ മുമ്പിൽ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അതിന് തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഇടിക്കുന്നു. കർത്താവ്, അവർക്ക് വേണ്ടി തന്നെ ചില പുതുവഴികൾ തുറക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. ഇവർ അനേകർക്ക് കൊടുക്കുന്ന നിലയിൽ ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹവും നന്മയായിരിക്കട്ടെ. കർത്താവ് എല്ലാ വിധത്തിലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങളുടെ ബിസിനസ് എല്ലാം സന്തോഷത്തോടെ ചെലവഴിക്കുക. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ പ്രാർത്ഥിക്കുക, സഹകരിക്കുക. അനേകരിലേക്ക് എത്തിക്കുവാൻ നിങ്ങളുടെയും സഹകരണം ഞങ്ങൾ ചോദിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.